ഞാൻ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള എഞ്ചിനീയർമാർ സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടേക്ക് വിളിക്കുന്ന വീട് നിർമ്മിക്കാനായിട്ട് അതുമായിട്ട് സംസാരിക്കാനായിട്ട് വിളിക്കുന്ന ഭൂരിഭാഗം ആളുകളും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളുടെ വീഡിയോസിൽ പരമാവധി ഞാൻ പറയാറുണ്ട്. ഞങ്ങളങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റിനല്ല വർക്ക് എടുക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ എഞ്ചിനീയർമാർ പറഞ്ഞത് ഇപ്പോൾ എല്ലാ വീഡിയോസിലും അത് സ്ഥിരമായിട്ട് പറഞ്ഞോ വിളിക്കുന്ന അല്ല വീഡിയോ കണ്ട് വിളിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ ഇത് തന്നെയാണ് ആദ്യം ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും പറയാണ്, നമ്മൾ ഒരു വീടിന്റെ വർക്ക് എടുക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ടല്ല വർക്ക് എടുക്കുന്നത്. നമ്മൾ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു വീടിന്റെ പ്ലാൻ 3D കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു വീടിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് അതിനാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നതും അതിന്റെ അവസാനം നമുക്കിപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര വരും എന്ന് നോക്കിയതിന് ശേഷം അതിനെ നമ്മൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഏകദേശം നമുക്കൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടും. അതാണ് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ ഒരു പ്ലാൻ പോലും കാണാതെ വെറുതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞിട്ട് അല്ല ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നത്. ഹായ്, 4.5 സെന്റ് പ്ലോട്ടായിട്ട് തയ്യാറാക്കിയിട്ടുള്ള 1300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാൻ എത്ര കോസ്റ്റ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന് ഞാൻ ഹനീത് അനഗ്ദാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂരിനോളം പാലക്കാട് ജില്ലകളിലാണ് ആളുകൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാലൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ്. 1300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നുണ്ട്. 3 ബെഡ്റൂമാണ് വരുന്നുണ്ട്. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന റേറ്റ് ഞങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്ന വർക്കുകളുടെ ഒരു സ്പെസിഫിക്കേഷനൊക്കെ വെച്ചിട്ട് വരുന്ന റേറ്റിലാണ് ഈ ഒരു കോസ്റ്റ് പറയുന്നത്. ഇത് എല്ലായിടത്തും ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഇതേ ഒരു റേറ്റിൽ ഇതേ ഒരു ഏരിയ വരുന്ന വീട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ ഒരു നമ്മുടെ ഏരിയ 1300 സ്ക്വയർ ഫീറ്റിന്റെ ഒരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് എല്ലാ 1300 സ്ക്വയർ ഫീറ്റ് വീടിനും ഇതേ റേറ്റിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ പ്ലാനിനനുസരിച്ച് അതിന്റെ ഡിസൈൻ അനുസരിച്ച് അതിന്റെ ലൊക്കേഷൻ സൈറ്റ് കണ്ടീഷൻ ഇതൊക്കെ അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതുപോലെ പ്രൊഡക്റ്റുകൾ ബ്രാൻഡ് ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇതിൽ റേറ്റ് പറയുന്നതൊക്കെ ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത് ജാഗൂസെറ ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകളുടെ അതനുസരിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു ഉദാഹരണം ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് വ്യത്യാസം എങ്ങനെ വന്നാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ്. 4,28,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. 2 ആഴ്ചയിൽ മണ്ണെടുത്തിട്ട് ചെയ്യുന്ന വർക്കാണ് 4,28,000 രൂപ. അതിന് മുകളിൽ വരുന്ന സൂപ്പർ സ്ട്രക്ചർ വർക്ക്, ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ, സൺഷെയ്ഡ്, റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് നമുക്ക് 9 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്ട്രക്ചർ വർക്ക് ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത് 13,35,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഇനി അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ, അതായത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല് കാര്യങ്ങളൊക്കെ ആയിട്ട് 7,61,000 രൂപ വരുന്നുണ്ട്. ഇനി അതിനുശേഷം വരുന്ന ഡോർ, വിൻഡോ, ഇലക്ട്രിക്കൽ, പ്ലംബിങ് 12,43,000 രൂപയും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 26,83,000 രൂപയാണ് കോസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 1300 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ടോട്ടൽ കോസ്റ്റിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടും. അത് ഇവിടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത് 2,064 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന്റെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് എന്നുള്ളത്. വർക്കിലേക്ക് വരികയാണെങ്കിൽ ആദ്യം എക്സ്കവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് സൈറ്റ് ക്ലിയറിങ്, എക്സ്കവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 15,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് റബിൾ മേസൺറി 1,53,000 വരുന്നുണ്ട്. ബെൽറ്റ് കോൺക്രീറ്റിന് 99,000 രൂപയാണ് വരുന്നത്. പിന്നീട് എർത്ത് ഫില്ലിങ്, കൺസോളേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടൊരു 83,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഒരു 76,000 രൂപ അതിന്റെ മുകളിൽ വരുന്ന PCC കോൺക്രീറ്റിന് നമുക്ക് കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് 4,28,000 രൂപ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് മാത്രമായിട്ട് വരുന്നത്. അടുത്തത് അതിന്റെ ബ്രിക്ക് വർക്ക് 3,87,000 രൂപ, പ്ലാസ്റ്ററിങ് ലിൻഡൽ ആൻഡ് സൺഷെയ്ഡ് 1,41,000 രൂപ, RCC കോൺക്രീറ്റ് വാർക്ക 3,70,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 9 ലക്ഷം രൂപ ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഇനി അതിന്റെ പ്ലാസ്റ്ററിങ് 2,86,000 രൂപ അനുസരിച്ച് പ്ലാസ്റ്ററിങ്ങിന് വരുന്നുണ്ട്. പിന്നീട് പെയിന്റിങ് 2,29,000 രൂപ, അതുപോലെ തന്നെ ടൈല് 2,45,000 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കായിട്ട് നമുക്ക് 7,61,000 രൂപയും കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഡോർസ് ആൻഡ് വിൻഡോസ് 2,10,000 രൂപ അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നീട് ഇലക്ട്രിക്കൽ വർക്ക് 3,70,000, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് 3,76,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് 4,82,000 രൂപ ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമായിട്ട് വരുന്നുണ്ട്.
സ്ട്രക്ചർ വർക്കിന് ശേഷമുള്ള ഫിനിഷിങ്ങിന്റെ ടോട്ടൽ കോസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ 12,43,000 രൂപ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. ഒരു 13 ലക്ഷം പ്ലസ് നമുക്ക് സ്ട്രക്ചർ വർക്കിന്, അതുപോലെ തന്നെ 12,40,000 അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആകെ 26,83,000 രൂപ ഈ ഒരു വീടിന്റെ കോസ്റ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 2,064 രൂപയും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ 2,064 രൂപയാണ് വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് 2,100 പുറത്ത് ആ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പോയിട്ടുള്ളത്. ഇതിനേലും എനിക്ക് തോന്നുന്നു ഏരിയ കുറവുള്ള ഒരു വീടാണ്. വീടിന്റെ കോസ്റ്റാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2,300 താഴെയാണ് അതിന്റെ കോസ്റ്റ് ഏരിയ വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് 2,100 അധികം ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 2,100 താഴെ 2,064 വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് റേറ്റിന് പറഞ്ഞിട്ട് നമുക്കൊരു വർക്ക് എടുക്കുന്നതെന്ന് കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ വിളിച്ചിട്ട് ഈ വീട് നിർമ്മിക്കുന്നതിന് സംസാരിക്കാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർ എടുത്ത് ബിൽഡർ എടുത്ത് പോകുമ്പോൾ ആദ്യമേ തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പോയി ചോദിക്കാതിരിക്കുക. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ പോർച്ച് കാണാവുന്നതാണ്. പോർച്ചിനോട് ചേർന്നിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് ഒരു ലിവിംഗ് ഹാള്, അടുത്തായിട്ടൊരു ഡൈനിങ് ഹാള്, ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ, ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്, ഒരു വാഷ് കൗണ്ടർ അതിൻ്റെ അടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മുന്നൂറ്റി 290 സെന്റിമീറ്റർ എന്ന അളവിലാണ് അവിടെ പോർച്ച് വരുന്നത്. 155 സെന്റിമീറ്റർ എന്ന അളവിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. 360 സെന്റിമീറ്റർ എന്ന അളവിൽ ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. 555 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 345 സെന്റിമീറ്റർ എന്ന അളവിൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330 സെന്റിമീറ്റർ എന്ന അളവിൽ ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 360 സെന്റിമീറ്റർ എന്ന അളവിൽ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഇവിടെ കോമൺ ബാത്റൂം, ഇവിടെയായിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. മലപ്പുറം, കോട്ടയം ജില്ലകളിലൊക്കെ വലിയ വർക്കുകളാണെങ്കിൽ ഞങ്ങൾ എടുത്ത് ചെയ്യാറുണ്ട്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓഫീസിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചിടാം. അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈനെ സംബന്ധിച്ച് വീഡിയോസാണ് ചാനൽ അപ്ലോഡ് ചെയ്തത്. കൃഷ്ണയിലേക്ക് ഇതുപോലെ ഒരു താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.